ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ അനുമോളുടെ ഫാമിലി എത്തിയിരിക്കുകയാണ്. ബിഗ് ബോസ് ഇത് അല്പം കടന്ന കൈയായി പോയി. ഇത്രയും വേണ്ടായിരുന്നു. മറ്റാരോടും കാണിക്കാത്ത ഈ ഒരു ക്രൂരത എന്താ അനുമോളോട് മാത്രം കാണിക്കുന്നതെന്ന് അതാണ് ഇന്നത്തെ ലൈവിൽ കണ്ടിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നത്തെ ലൈവിൽ നമ്മൾ കണ്ടാണ് ഫാമിലിനെ ആദ്യം കാണിക്കും, അത് കഴിഞ്ഞിട്ടാണ് ടാസ്കിനൊക്കെ പോകുന്നത്. ഒരു അവസ്ഥ ബിഗ് ബോസ് പറഞ്ഞിരുന്നു 7ന്റെ പണിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഫാമിലി ഒരു നോക്ക് കണ്ടതിന് ശേഷം ആക്ടിവിറ്റി ഏരിയയിൽ പോയാൽ മതി, ടാസ്ക് ചെയ്താൽ മതി എന്ന്. രാവിലെ വന്ന് ജിസേലിൻ്റെ ഫാമിലിക്കാണെങ്കിലും ആര്യൻ്റെ ഫാമിലിക്കാണെങ്കിലും അത്തരത്തിൽ തന്നെയായിരുന്നു. എന്നാൽ അവസാനം വന്നത് അനുമോളുടെ ഫാമിലിയാണ്. അനുമോളുടെ അമ്മയും സഹോദരിയും വന്നിട്ടുണ്ട്. പാട്ടിട്ടു. അനുമോൾ ഓടിച്ചെന്നിട്ട് അച്ഛൻ്റെ അമ്മയിലെ പാട്ടാണ്. ഓടിച്ചെന്ന് വാതിക്കൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. ബിഗ് ബോസ് പാട്ട് നിർത്തുന്നില്ല, ഡോർ ഓപ്പൺ ചെയ്യുന്നില്ല. അനുമോൾ അവിടെ ഇരുന്നു പോയി. അത് കഴിഞ്ഞ് പാട്ട് നിർത്തിയിരിക്കുന്നു. അനുമോളോട് നേരെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറയുന്നു. ഇതെന്താ അനുമോൾക്ക് ഒരു നോക്ക് കാണാൻ പോലും സമ്മതിക്കാതെ ബിഗ് ബോസ് ഈ ഒരു കാര്യത്തിൽ റൂൾ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിക്കളഞ്ഞത് അത് അനുമോളോട് കാണിച്ചൊരു ചതിയല്ലേ. എങ്കിലും തളരാതെ അനുമോള് സങ്കടം ഉണ്ടാവും, കരഞ്ഞുകൊണ്ട് തന്നെയാണ് പോയത്. എങ്കിൽ തളരാതെ അനുമോൾ വേഗം ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയി. ആക്ടിവിറ്റി ഏരിയയിൽ പോയപ്പോൾ അനുമോൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു പക്ഷേ അവിടെ എങ്ങാനും ഉണ്ടോ എന്ന്. എന്നാൽ ഇല്ല, വേഗം ബിഗ് ബോസിനോട് ചോദ്യം പാർസലൊന്നുമല്ല, വേഗം അങ്ങോട്ട് ടാസ്ക് ചെയ്യാൻ തുടങ്ങി. വളരെ സിമ്പിളായിട്ടുള്ള പസിൽ ഗെയിമാണ് കേട്ടോ അനുമോൾക്ക് കൊടുത്തത്. നമ്മുടെ ബിഗ് ബോസിൻ്റെ ഐ ആണ്. പക്ഷെ അതുപോലെ അനുമോൾക്ക് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ്ങിൽ. പിന്നീട് വീട്ടുകാരകത്തേക്ക് കയറി, അമ്മയും സഹോദരിയും വീട്ടിലകത്തേക്ക് കയറി. പ്ലാസ്മ ടി വിയിൽ അനുമോൾ ഇത് കാണുന്നുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ ആളത് പെട്ടെന്ന് അങ്ങോട്ട് ശരിയാക്കി ടാസ്കൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിയമം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ആയിരിക്കണ്ടേ. പക്ഷെ അനുമോളിൽ നിന്നും ബിഗ് ബോസ് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ടാവായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഇന്നലെ പ്രോമോയിൽ ഹൈലൈറ്റ് ആയിട്ട് അനുമോളുടെ ഫാമിലി തന്നെ ബിഗ് ബോസ് ഇട്ടത്. അനുമോളുടെ ഫാമിലി വന്നപ്പോഴും അനുമോളെ കാണിക്കാതെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്ലോ അനുമോളോട് കാണിച്ചൊരു അല്പം കടന്നുപോയി. ബിഗ് ബോസ് ഇങ്ങനെ തന്നെ എന്നോട് കാണിക്കണമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇങ്ങനൊരു പ്രാങ്ക് ബിഗ് ബോസ് അനുമോളോട് ചെയ്തത് അനുമോളോട് ചെയ്താൽ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ എന്ന് അറിയാം. ഒരു കാര്യം ഇട്ട് കൊടുത്താൽ അത് ആ സെൻസോടുകൂടി മനസ്സിലാക്കി അതിനൊരു കോണ്ടന്റ് തരുന്ന രീതിയിൽ ചെയ്യാൻ അനുമോൾക്കേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. അത് ബിഗ് ബോസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. പ്രോമോയിൽ പോലും ഹൈലൈറ്റ് ചെയ്ത അനുമോളുടെ ഫാമിലിയുടെ എൻട്രി ഇട്ടിരിക്കുന്നത്. എന്തായാലും ബിഗ് ബോസിന്റെ പ്രതീക്ഷകളൊന്നും തെറ്റിയില്ല. ഇന്നത്തെ വളരെ രസകരമായിട്ടുള്ള ഒരു എൻട്രി തന്നെയായിരുന്നു അനുമോളുടെ ഫാമിലിയുടെ. എല്ലാ ഫാമിലി എൻട്രി അടിപൊളിയായിരുന്നു, അനുമോളുടെ പ്രത്യേകിച്ച് അടിപൊളിയായിരുന്നു. ടാസ്ക് ഒക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് അനുമോൾ ഫാമിലിയെ കാണുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.